അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 4 പ്രതികളുടെ ശിക്ഷാവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ CPM നേതാക്കൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മോചിതരായി. മുൻ MLA KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി എന്നിവരാണ് ജയിൽ മോചിതരായത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ജയിൽ മോചിതരെ രക്തഹാരമണിയിച്ച് സ്വീകരിച്ചു. തടിച്ചുകൂടിയ പ്രവർത്തകർ ആവേശകരമായ മുദ്രാവാക്യം വിളികളോടെയാണ് ജയിൽ മോചിതരെ സ്വീകരിച്ച് പുറത്തേക്ക് ആനയിച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താനായെന്ന് MV ജയരാജൻ പറഞ്ഞു. വലതുപക്ഷ മാധ്യമങ്ങൾ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്ന് P. ജയരാജനും കൂട്ടിച്ചേർത്തു. CPMനെതിരായ ഗൂഢാലോചനയാണ് കേസിൽ പ്രതികളാകാൻ കാരണമെന്ന് പുറത്തിറങ്ങിയ KV കുഞ്ഞിരാമൻ പറഞ്ഞു. പൊളിഞ്ഞത് CBI തയ്യാറാക്കിയ കെട്ടുകഥകളാണെന്നും നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും KV കുഞ്ഞിരാമൻ പറഞ്ഞു. CPIMനെതിരായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണയുടെ ഒരു വലിയ കോട്ടയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാടോടുകൂടി പൊളിഞ്ഞു വീണത്. 8-ന് രാവിലെ തന്നെ ഞങ്ങളുടെ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾക്ക് അതിലുള്ള ദൃഢമായ ഞങ്ങളുടെ നിലപാടും ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളുടെ പാർട്ടി തീർച്ചയായും ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം നിരപരാധികളാണ് എന്നും CPIMനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം പ്രതി ചേർക്കപ്പെട്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഇതിൽ നിന്ന് മോചനം നേടി വരാനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി, കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വലിയ സഹായവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. KV കുഞ്ഞിരാമൻ, K. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് CBI കോടതി 5 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ വിധിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് 4 പേർക്കും ഉടൻ ജാമ്യം അനുവദിക്കാൻ ഉത്തരവിട്ടത്. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി CBIക്ക് നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ്. കുറ്റകൃത്യത്തിലോ ഗൂഢാലോചനയിലും ഒരു തരത്തിലും തങ്ങൾ പങ്കെടുത്തിട്ടില്ലെന്നും 4 പേരും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. IPC 225 പ്രകാരം പ്രതികളെ സഹായിച്ചു എന്നതായിരുന്നു 4 പേർക്കും എതിരെയുള്ള കുറ്റാരോപണം. ഇതിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞില്ലെങ്കിലും 4 പേരെയും വിചാരണ കോടതി ശിക്ഷിക്കുകയായിരുന്നു. ഇതാണ് 4 പേരും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.